20ഓളം ഭാഗങ്ങൾ മാറ്റണമെന്ന സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട മലയാളം സിനിമ ഹാല് ഹൈക്കോടതി കണ്ടു. ജസ്റ്റിസ് വി അരുൺ കാക്കനാട് പടമുകൾ കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിലാണ് സിനിമ കണ്ടത്. കേസിലെ കക്ഷികളുടെ അഭിഭാഷകരും സിനിമ കണ്ടു. ഹർജി 30-ന് വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, 20ഓളം ഭാഗങ്ങൾ മാറ്റണമെന്ന് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട സിനിമയാണ് ഇപ്പോൾ ഹൈക്കോടതി കണ്ടിരിക്കുന്നത്. ജസ്റ്റിസ് വി അരുൺ ആയിരുന്നു കാക്കനാട് പടമുകളുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ വെച്ച സിനിമ കണ്ടത്. മറ്റു വിവരങ്ങൾ എങ്ങനെയാണ്? കാർത്തു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ വൈകിട്ടോടെയാണ് ജസ്റ്റിസ് വി അരുൺ കാക്കനാട് പടമുകളിലുള്ള കളർ പ്ലാനറ്റ് സ്റ്റുഡിയോയിൽ ഹാൽ സിനിമ കാണുന്നത്. സെപ്റ്റംബർ 12-നാണ് ഈ ഒരു സിനിമ റിലീസ് ചെയ്യേണ്ടത്. പക്ഷേ ആ ഒരു സമയത്താണ് 15ഓളം കട്ടുകൾ സിനിമയിൽ ആവശ്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സെൻസർ ബോർഡ് ഇക്കാര്യം അറിയിക്കുന്നത്. തുടർന്ന് ഈ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ ഒരു സിനിമയിൽ പിന്നീട് 20 കട്ടുകൾ ആവശ്യമുണ്ടെന്ന് സെൻസർ ബോർഡ് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിൽ ചില ഭാഗങ്ങൾ എന്ന് പറയുന്നത് ഇതാണ്: പ്രണാമം, അതോടൊപ്പം തന്നെ സംഘം കാവലുണ്ട് തുടങ്ങിയ പദപ്രയോഗങ്ങൾ, അതോടൊപ്പം തന്നെ ബീഫ് ബിരിയാണി കഴിക്കുന്ന രംഗം, പിന്നെ ചില രാഗിയെല്ലാം കാണിക്കുന്ന സീനുകളെല്ലാം ബ്ലർ ചെയ്യണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഇതൊക്കെ അതിൽ പെടുന്നതാണ്. ഇത്തരം ആവശ്യങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഏകദേശം 20ഓളം രംഗങ്ങൾ കട്ട് ചെയ്യണം, ഭാഗങ്ങൾ കട്ട് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ് സെൻസർ ബോർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുടർന്നാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ കോടതിയെ സമീപിക്കുന്നത്. അണിയറ പ്രവർത്തകർ പ്രധാനമായും പറഞ്ഞ കാര്യം ഈ സിനിമ കാണണം എന്നുള്ളത്, കോടതി കാണാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അതിനുള്ള ഒരു കാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും ആവശ്യപ്പെട്ടത്. തുടർന്നാണ് ജസ്റ്റിസ് വി അരുൺ ഈ ഒരു സിനിമ കാണാൻ തീരുമാനിക്കുന്നതും കോടതി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും ഇന്നലെയാണ് ഈ സിനിമ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഹർജി പരിഗണിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായി താമരശ്ശേരിയിൽ നിന്നുള്ള കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയും കക്ഷി ചേരാൻ അപേക്ഷ നൽകുകയുണ്ടായിരുന്നു. അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് താമരശ്ശേരി ബിഷപ്പിനെ ചിത്രത്തിൽ മോശമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു ഹർജിയിൽ കക്ഷി ചേരാനായി അപേക്ഷ നൽകിയത്. അത് കോടതി പരിഗണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഇന്നലെ കക്ഷികളുടെ അടക്കം അഭിഭാഷകരും ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അവരും സിനിമ കണ്ടിട്ടുണ്ട്. എന്തായാലും ഏകദേശം 15 കോടി മുടക്കി നിർമ്മിക്കുന്ന ഈ ഒരു സൈനികത്തിന്റെ ഏറ്റവും ബിഗ് ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ തന്നെയാണ് ഹാൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലീസിംഗ് ഡേറ്റ് ഇങ്ങനെ മാറ്റിവെക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക നഷ്ടം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഈ അണിയറ പ്രവർത്തകർ കോടതിയെ അറിയിച്ചതാണ്. അപ്പോൾ ഇതെല്ലാം ഒരു പരിഗണനയിൽ എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്കും. അതുകൊണ്ട് തന്നെ വേഗം സിനിമ കാണുന്നതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുകയായിരുന്നു. തുടർന്നാണ് ഇന്നലെ സിനിമ കണ്ടത്. ഇനി ഒക്ടോബർ 30-ലാണ് ഈ കേസ് വീണ്ടും പരിഗണിക്കുക. അപ്പോൾ കോടതി എന്താണ് സിനിമ കണ്ടതിന് ശേഷം എന്നുള്ള നിലപാട് അറിയിക്കും. JSKയുടെ ഒരു വിവാദം വന്ന സമയത്തും കോടതി സിനിമ കാണുകയാണ് ഉണ്ടായത്. തുടർന്ന് ഇപ്പോൾ ഹാലിനും വെട്ടുവീഴുകയും ഹാലും കോടതി കാണുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരം തുടർച്ചയായി കോടതി സിനിമകൾ കാണേണ്ടി വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഈ ഒരു സിനിമാ മേഖലയിൽ നിന്നും സിനിമാ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നെല്ലാം തന്നെ വലിയ രീതിയിലുള്ള ഇക്കാര്യത്തിൽ ഒരു ചില കാര്യങ്ങളെല്ലാം തന്നെ കുറെ സിനിമാ മേഖലയിലുള്ളവർ ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങളെല്ലാം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള വിലയില്ലേ എന്ന തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തെല്ലാം നിന്ന് തന്നെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഒക്ടോബർ 30-ന് കേസ് പരിഗണിക്കുമ്പോൾ വീണ്ടും കോടതി എന്താണ് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമുള്ള നിലപാട് എന്നുള്ളത് അറിയിക്കും. കാർത്തു, ശരി. 20ഓളം ഭാഗങ്ങൾ കട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് സെൻസർ ബോർഡ് ആവശ്യപ്പെട്ട മലയാളം സിനിമ ഹാലാണ് ഇന്നലെ ഹൈക്കോടതി കണ്ടത്. ജസ്റ്റിസ് വി അരുണിന്റെ നേതൃത്വത്തിലായിരുന്നു സിനിമ കണ്ടത്. കേസിലെ കക്ഷികളുടെ അഭിഭാഷകരും ഒപ്പമുണ്ടായിരുന്നു. ഹർജി 30-ന് വീണ്ടും കോടതി പരിഗണിക്കും. വിജിതയാണ് വിവരങ്ങൾ നൽകിയത്.